കാലിനെന്ത് പറ്റി? കാലും ഒന്നും പറയണ്ട, ഒരു കുരു ഉണ്ടായതാണ്. അത് ഞാൻ തന്നെ സൂചിപ്പനായിട്ട് കുത്തിട്ട് ഇതാക്കി. എന്നിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ ഡെയിലി ഷൂട്ട് ചെയ്യണം. അപ്പൊ ഈ മഴയൊക്കെ കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ കാൽമൊക്കെ വെള്ളമാവാണ്. അപ്പൊ പിന്നെ കെട്ടിട്ടൊക്കെയാണ്. ഈ മഴയത്ത് ഇങ്ങനെ ഇറങ്ങി നടന്നാലോ? ഭാര്യ ചീത്ത അറിയുണ്ടാവും ഇപ്പൊ. കാരണം നീ വന്നപ്പോ പെട്ടെന്ന് എനിക്കൊരു നമ്മളെ ഫ്രണ്ടാണ്. അപ്പൊ ഒന്ന് എന്തൊക്കെ പറയണമെന്നുണ്ട്, പറയാൻ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോണ് അറിയാം. വീട്ടിൽ ഇപ്പൊ ഉമ്മ ഉണ്ടോ? ഉമ്മ ഉണ്ടായിരുന്നു, ഇപ്പൊ പെങ്ങളോട് ചോദിക്കണേ. ഇപ്പൊ ഭാര്യ, ഞാനും 2 മക്കളും. പിന്നെ സന്തോഷ കുടുംബം എന്ന് പറയാൻ പറ്റൂല. കാരണം പൈസ ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും, പൈസ ഇല്ലെങ്കിൽ സന്തോഷമില്ല. പക്ഷെ പൈസ മാത്രമല്ല, മനസ്സമാധാനം വേണം. മനസ്സമാധാനത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് മനസ്സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് അസുഖം വരുമ്പോ, ഉമ്മാക്ക് അസുഖം, ഭാര്യക്ക് അസുഖം വരുമ്പോ നമുക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവൂല. അതിപ്പോ ഏത് കോടീശ്വരനായാലും അതിൻ്റെതായിട്ട് ദുഃഖങ്ങൾ ഉണ്ടാവും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോവാം. നമുക്കൊരു പരീക്ഷണല്ലേ, നമ്മളൊക്കെ ഒരു ഇവിടെ ജീവിക്കാൻ വന്നാലല്ലേ, വാടകക്കാരല്ലേ, അങ്ങനെ ജീവിച്ചു പോണ്. അതൊക്കെ ശരിയായിക്കോളൂ. എല്ലാം ശരി, ഒക്കെ അള്ളല്ലേ സൃഷ്ടിച്ചുള്ളത്. നമുക്ക് ഒന്നാമത് നമുക്ക് നല്ല ജോലി മഴയൊക്കെ ആകുമ്പോ എല്ലായിടത്തും പ്രശ്നം. ജോലി എന്ത് ജോലി, അവർക്ക് ജോലി കിട്ടാണ്. മഴ ആകുമ്പോ എല്ലായിടത്തും ഇപ്പൊ ഈ അവിടെ വെള്ളം പൊന്തി, ഇവിടെ വെള്ളം നമ്മൾ കേൾക്കണല്ലേ. അതെ അതെ അതെ. മഴക്കാണ് മാറുമ്പോ ജോലിയൊക്കെ റെഡി ആകുമ്പോ എല്ലാം ശരിയാവും. കഷ്ടപ്പാടില്ലാത്ത വീടുകളില്ല, ഒന്നുമില്ല. അതന്നെ, കഷ്ടപ്പാടില്ലാത്ത ആരും ഇല്ല. അപ്പൊ എന്നിട്ട് വേറെ ഇപ്പൊ ഇനിയിപ്പോ ഷോർട്ട് മൂവീസ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ. ഞാന് ഇത് മാത്രല്ല, ഞാന് പലർക്കും അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ മലപ്പുറം ടീമിന്റെ മലപ്പുറം അവരെന്ന് പറഞ്ഞെങ്കിൽ നല്ല പൈസ ഒക്കെ ഇറക്കിക്കുന്ന ടീമുകളാണ്. അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ട്, അനീഫ അടിച്ച റീൽസ് ചെയ്യുന്നുണ്ട്. 5000 മേലെ സബ്സ്ക്രൈബ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഈ യൂട്യൂബുള്ള കാരണം ഇപ്പൊ അത് ചെയ്യുന്നില്ല. അയച്ചിട്ട് ഇങ്ങനെ വലിയ വരുമാനമൊന്നും കിട്ടൂല. നമ്മൾ കണ്ടന്റ് നല്ല ഉണ്ടെങ്കിൽ നമുക്ക് വരുമാനം കിട്ടും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, ഫോളോവേഴ്സ് ഉണ്ടാവണം. അത് വരുമാനം കിട്ടിയിട്ട് ചെയ്യണ്ട, നമ്മളൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യാം. അതെ, നമുക്കൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ആൾക്കാരൊക്കെ വിചാരം തന്നെ നല്ല വരുമാനം ഉണ്ട്. കാരണം എന്നും ഇങ്ങനെ വീഡിയോ ഇറക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ അധ്വാനിച്ചാൽ തന്നെയാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. നല്ല മാത്രം ചിന്തിക്കുക, നല്ല മാത്രം ചെയ്യുക. ഇത് ഇത്ര തന്നെ പറയാനോ. അപ്പൊ കാലൊന്ന് കുറച്ച് മുന്നിൽ മഴ കൊണ്ടിട്ടില്ലേ താഴെ ഇതൊക്കെ ആവും. എന്തായാലും ഒരു ഈ മഴത്ത് ഇറങ്ങി നടക്കേണ്ട കാര്യം. ഇല്ല, ഞാൻ വിളിച്ചപ്പോൾ വന്നല്ലോ. പിന്നെ ഈ സ്ഥലം ശരിക്കും എന്താ, ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് നമ്മുടെ തവനൂര് സീഡി ഫാം എന്ന് അറിയും. ഇവിടുന്നാണ് അതളൂര്. അവിടുന്ന് വരുമ്പോ കുറ്റിപ്പുറത്തോട് വരാം. ഇവിടുന്ന് വരുമ്പോ പൊന്നാനിക്കോട് പാലം കടന്നിട്ടും വരാം. തിരുവിൽക്കോട് വരുമ്പോ പാലം കടന്നിട്ട്. അപ്പൊ മക്കളെ, എനിക്ക് ഇത്ര തന്നെ പറയാനുള്ള. ഞാൻ കുറെ നേരം മീനെ കാത്തുക്കുന്നത്. അപ്പൊ ഞാനേ മീൻ ഉമ്മാനോട് പോയി പറയട്ടെ. എന്തായാലും നിങ്ങൾ ബൈക്ക് എന്താ യൂട്യൂബ് ചാനൽ എത്ര അതിന്റെ പേര് ഓൻ പറയും. അപ്പൊ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളി. എന്താണ് അതിന്റെ പേരെടാന്ന് പറഞ്ഞോട്ടാളെ? അത് ജമാൽ ഹുസൈൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓൻ തൊള്ളത്തെ പേരൊക്കെ നമുക്ക് പറയാൻ കിട്ടുമോ? എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ, ഓനാ ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ കൊത്തിക്കോളി കണ്ടിട്ട് എല്ലാരും. അപ്പൊ മറക്കണ്ട, നിങ്ങൾ കാണുന്നവരൊക്കെ കാണുക. അപ്പൊ ഓക്കെ, നമുക്ക് വീണ്ടും അടുത്തൊരു കാര്യം ഞങ്ങൾ ചാനൽ കാണട്ടാ. പിന്നെ